ഒഫീഷ്യലി നജീബ് ഖാൻ്റെ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് ചാനലും ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ചാനൽ തുടങ്ങിയാണ്. അപ്പോൾ IT മേഖലയിലെ പ്രശസ്തനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ UAE പ്രവാസികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ പഠിപ്പിച്ചു തുടങ്ങിയ ഇന്ന് അൽബഫ തലപ്പത്തിരിക്കുന്ന മുനീർക്കയുടെ ഒരു അഭിപ്രായ പ്രകാരം ഞങ്ങളത് എടുത്തിരിക്കുകയാണ്. നജീബ് ഖാൻ്റെ ജീവിതം അതിൽ കൂടി പലരും അറിയാൻ പോവുകയാണ്. കാട് ജീവിതത്തിൽ നിന്നും എന്ന് പറയുക ഗൾഫ് ജീവിതം, അതിൽ മറ്റ് ജീവിതങ്ങളൊക്കെ ഇനി അതിൽ കൂടി നമ്മൾക്ക് എല്ലാം അറിയണം. ഇനി നജീബ് ഖാൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയാൻ ഇനി ആ ഒരു ചാനൽ, യൂട്യൂബ് ചാനലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എന്നുള്ള ചാനലൊക്കെ വരാൻ. അപ്പം മുനീർ ഖാൻ്റെ സജഷനാണ്. അപ്പോൾ മുനീർ ഖാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കാര്യങ്ങളൊന്ന് പറഞ്ഞാൽ. നജീബ് ഖാൻ എന്നുള്ള ഒരാളുടെ കംപ്ലീറ്റ് ജീവിതം ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനായി മാറാൻ പോവുകയാണ് നജീബ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നജീബ് ഖാൻ പറഞ്ഞ പോലെ 200-300ഓളം യൂട്യൂബേഴ്സും അത്രയും തന്നെ സോഷ്യൽ മീഡിയ ആൾക്കാരൊക്കെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അത് മില്യൺസ് ഓഫ് വ്യൂവേഴ്സ് ഉണ്ടാക്കുന്നു. അവരൊക്കെ നന്നായിട്ടത് മോണിറ്റൈസ് ചെയ്യുന്നു. അത് എന്തുകൊണ്ട് നജീബ് ഖാക്ക് ഇപ്പം പൃഥ്വിരാജ് ആണെങ്കിലും ബ്ലസ്സി ആണെങ്കിലും AR റഹ്മാൻ ആണെങ്കിലും ഇവരൊക്കെ അത് ഷെയർ ചെയ്യുകയും അത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാൻ പോകുന്ന ഒരു ചാനലായിട്ട് മാറാൻ പോകുന്ന ഒരു ചാനലായിരിക്കും നജീബ് ഖായുടേത്. ഒരു ഡിജിറ്റലി ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു നജീബ് ഖായി മാറണം. അത് മാറ്റാനുള്ള വലിയൊരു തീരുമാനമാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് രണ്ട് താല്പര്യമുണ്ട്. അത് ഇങ്ങനെ നടക്കട്ടെ എന്നാണ് ഞാൻ എൻ്റെ ഒരു ഓക്കെ, താങ്ക് യു.